തന്തവൈബ്, നമ്മുടെ വിഷയം തന്തവൈബ്. തന്തവൈബ് തന്തവൈബ് തന്തവൈബ്. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ പേരിട്ടേക്കുന്നത് തന്തവൈബ് എന്ന്. ആ തന്തവൈബ്. നമ്മള് ഒരു സമയത്ത് മറ്റേ ആൾക്കാരൊക്കെ, നമ്മള് പുതിയ തലമുറയും അവര് എന്താ പറയുന്നത്, അതല്ല വേറെ വിറ്റെന്ന് വെച്ചാൽ മറ്റൊരു സംഭവം. എന്താ പറയുന്നത്, ഇതുവരെ എല്ലാം 80s വസന്തമായിരുന്നു, ഇപ്പൊ 90s വസന്തം ഇങ്ങോട്ടെത്തി. അല്ല നീ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ 2K കിഡാണ്. 99 ജനിച്ച്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച്. പക്ഷെ ബാല്യകാല കിഡ് എന്ന് ബാല്യകാലം അല്ല ഇയാള് പറഞ്ഞു നടക്കുന്നത് 90s കിഡാന്ന് പറഞ്ഞിട്ട് പറയത്തുള്ളൂ. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിക്കാനുള്ള ഭാഗ്യം കിട്ടി. നിന്റെ ഡേറ്റ് പെട്ടിട്ടില്ല. 99 ഫെബ്രുവരി. അതും ഒരു 2 മാസം മുമ്പേ ആയിരുന്നെങ്കിൽ സിസേറിയൻ ചെയ്തായിരുന്നു ഞാൻ 98. എന്നാലും 2K അല്ല ഇപ്പൊ 98 നീ അല്ലേ? 98 2 മാസം. ഇത്രയും നാള് അല്ല മറ്റേ സുപ്പീരിയോറിറ്റി. അതായത് ഒരു സമയം വരെ, ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഒരുപാട് കാലം മുമ്പൊന്നുമല്ല, ഈ അടുത്ത കാലം വരെ 90s വേഴ്സസ് 2K കിട്ടുന്നായിരുന്നു. അപ്പൊ നമ്മളായത് വലിയ വലിയ ആൾക്കാർ. നീയൊക്കെ പോടാ പിള്ളേര്, 2K പിള്ളേര്. നമ്മള് മാസം അമ്മമാരൊക്കെ പിള്ളേര്. ആക്ച്വലി നോക്കുവാണെങ്കിൽ ഒരു 90 കഴിഞ്ഞിട്ടുള്ള എല്ലാവരും 90s വരുന്നുണ്ട്. 90s, അതായത് ബാല്യകാലം 90s ആസ്വദിച്ചവര് അവര് ഇത്. പക്ഷെ ഏകദേശം ഈ 99 ജനിച്ചിട്ട് 93, 92, 90 ആൾക്കാരെല്ലാരും അങ്ങ് ഫാമിലി ലൈഫിലോട്ടും പിന്നെ അവരെല്ലാരും ഒരുവിധം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് കുറച്ചുകൂടെ ജീവിതത്തെ മെച്യൂർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു ടൈം വെച്ചപ്പോഴത്തേന് ആക്ച്വലി ആ ഒരു ടൈം ആയപ്പോഴാണ് 2K കേറി. എന്ന് വെച്ചാൽ അവർക്ക് 90s കിഡ് എന്ന് പറഞ്ഞ് നടക്കുന്നത് അവരാണ് ഇപ്പൊ കറക്റ്റ് രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ ഇറങ്ങി. ഈ പിള്ളേടെ ഞാൻ 2K ആടാ, ഞാൻ 90 ആടാന്ന് പറഞ്ഞു നടക്കുന്ന ആ പ്രായം അവരെ കഴിഞ്ഞ്. അവര് മെച്യൂറായി, കല്യാണം കഴിച്ച് ഒരു വർഷം പിള്ളേരായി, അവരാ ആ ഒരു ജീവിതത്തിലേക്ക് മാറി. പക്ഷേ അങ്ങനെ ആവാത്തവരുണ്ട്. വേറെ സംഭവമുണ്ട്. എല്ലാരും അങ്ങനെയൊന്നും അല്ല. എല്ലാരും അല്ല, എക്സെപ്ഷൻസ് ആണ്. അങ്ങനെയുള്ളവരെ ഞാൻ 90 അല്ല ഞാൻ 93 ആണ്. അപ്പം ഇപ്പൊ പൊതുവെ റീലുകളെല്ലാം വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്ന സാധനമായിരുന്നു വെച്ചാല് ഒരുവിധ റീലൊക്കെ വരുന്നത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നവരുടെയും പിന്നെ ഇങ്ങനെ സംഭവങ്ങൾ 3 കാലഘട്ടം കാണിക്കുന്നത് 95 മുതലുള്ളവരെ. 95 കാറ്റഗറിയിലേ വരുന്നില്ല. 95 തൊട്ട് 99 വരെ, 2000 തൊട്ട് 2005 വരെ, 2005 തൊട്ട് 2010 വരെ, അങ്ങനെ പോകുന്നത്. അങ്ങനെ പോകുന്നത് ഇപ്പൊ 93 ആ കാറ്റഗറിയിലേ പറ്റത്തില്ല. ഇല്ല, നമ്മള് എല്ലാ ഒരു 2 സൈഡ് ഉണ്ടല്ലോ. ഇതേപോലെ നമ്മളിങ്ങനെ കുറച്ചു പേര് ഇങ്ങനെ ഇരിക്കുന്ന പോലെ അതേപോലെ പെൺകുട്ടികൾ. അല്ല, അത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു തിങ്കിങ് ആണ് ഇപ്പൊ ഈ ഒരു 30 ഏജിനകത്ത് നമ്മള് ഫാമിലി സെറ്റ് ആവണമെന്നുള്ള സാധനമൊക്കെ. പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു പാർട്ട്ണർ കിട്ടുന്നത് അത് ആ ഒരു ടൈമിലല്ല. നമുക്ക് കറക്റ്റ് ഒരു കുടുംബജീവിതം വേണം. അത് ആ ടൈമാണ്. പിന്നെ വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നോർമൽ സൊസൈറ്റിയുടെ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നിനക്ക് 50 വയസ്സായിട്ട് ഒരു പാർട്ട്ണറെ കിട്ടിയാലും നീ ഓക്കെ ആവണം. അതായത് നമുക്ക് റൈറ്റ് പാർട്ട്ണർ എപ്പോ കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മള് ഒരാളെ അഡ്ജസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സംഭവം. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, മറ്റേ 50 വയസ്സായിട്ട് 50 വയസ്സായി ഒരു പ്രായം ഒരു അപ്പച്ചന്റെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ ഓക്കെ കൺമണിക്കകത്ത് മറ്റേ അൽഷിമേഴ്സ് വരുന്ന പ്രകാശന്റെ വൈഫില്ലേ, അവര് ആൾറെഡി അവര് ഭർത്താവ് മരിച്ചുപോയി. അവര് വേറൊരു സാധാരണക്കാരന് പ്രായം ഒരാളെ കല്യാണം കഴിക്കും. അവര് തമ്മിലുള്ള ജീവിതം, അതായത് നാട്ടുകാർ ചുറ്റും അവരെങ്ങനെ എന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ എന്തിനാ കല്യാണം കഴിക്കുന്നത് വെച്ചാൽ ആ സ്ത്രീക്കൊരു ജീവിതം വേണം. ഇയാളും ഇയാളുടെ മക്കളൊക്കെ, ഇയാൾ ഒറ്റപ്പെട്ടും ഇയാളുടെ മക്കളൊക്കെ വേറെ വഴിക്കൊക്കെ പോയി അവരെ കുടുംബജീവിതമായിട്ട് അങ്ങനെ പോയി. രണ്ടും ഒറ്റപ്പെടാൻ അനുഭവിക്കുന്ന രണ്ടുപേരും ഒന്നും ചേർന്നതാണ് ആ പടം. എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത് നിങ്ങൾ കണ്ടു. എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ അടുത്ത ഈ കഴിഞ്ഞ ആഴ്ചയോ പിന്നെ അങ്ങേ ആഴ്ചയോ, അതായത് ഇന്നത്തെ ഡേറ്റ് എത്ര, 12 ഇന്ന് 12 ഇല്ലേ, കഴിഞ്ഞ ആഴ്ച തന്നെ അങ്ങേ ആഴ്ചയോ ഏഷ്യാനെറ്റ് മൂവീസിൽ ഇത് സംപ്രേഷണം ചെയ്തായിരുന്നു. ഈ വാക്കുകളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു. ഇല്ല, അത് ഒരു അങ്ങനെ വാക്കുകളൊക്കെ തത്വം ഇങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ഓരോ കോമഡി അടിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ഇയാളെന്നെ പറയാ പക്ഷെ സത്യം പറഞ്ഞാലേ അല്ലല്ല വേറെ സംഭവം ഉണ്ടേ, നമ്മളിവിടെ ഊക്കി വിടുന്നുണ്ടെങ്കിലും ഈ ഡാഡ് ജോക്സ് എന്നാ പുറത്ത് തന്നെ പറയുന്നത്.
കോമ്പറ്റീഷൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി ഡാഡ് ജോക്സ് പറയാ, ഇതുപോലെ ഈ ചളി കോമഡി ഉണ്ടല്ലേ, അതേപോലെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുന്ന കോമ്പറ്റീഷൻ തന്തമാര് പറയുന്ന കോമഡിയൊക്കെ ചളിയായിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അവിടെ എത്തി എന്ന് വെച്ചാൽ നമുക്കിപ്പോ മറ്റേ ദേവതാര് പൂത്തുള്ള പാട്ടുകളൊക്കെ ആസ്വദിക്കാൻ അത് പറ്റുന്നില്ലേ? അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. അല്ലല്ലേ എന്റെ കാറ്റഗറി ഒക്കെ അല്ല, ഞാൻ എന്താ പറയുന്നത്, ഞാൻ എല്ലാ പാട്ടും ആസ്വദിക്കുന്നതാണ്. പഴയ പാട്ടും ആസ്വദിക്കും, ഇപ്പോഴത്തെ പാട്ടും ആസ്വദിക്കും. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു സമയം വരെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം നമ്മൾ kutti.com songwag.com അവിടെ നിന്നൊക്കെ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള അപ്പോഴുള്ള പാട്ടുകളുണ്ടല്ലോ, തീ പിടിക്ക അങ്ങനെയുള്ള പാട്ടുകൾ, തമിഴ് പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ, യോയോ ഹണി സിംഗിന്റെ പാട്ടുകൾ, ഈ പാട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക, പിന്നെ ആൾക്കാരെ മെമ്മറി കാർഡ് എന്താ ഇത് കോപ്പി ചെയ്തുകൊണ്ടൊന്ന് കേൾക്കുക. ആ ഒരു ഇതായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇങ്ങനെ ഈ ഒരു ഏർലി 2000 90s 80s പാട്ടൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്കെന്താ അങ്ങനെയുള്ള കാറ്റഗറി പാട്ടുകൾ എന്തോ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓരോ വരിയുടെ അർത്ഥം ഇങ്ങനെ ആസ്വദിച്ച് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മള് നോർമലായിട്ട് അങ്ങ് സംസാരിച്ച് വരുന്ന കാര്യങ്ങളാണ് അത് ആ രീതിയിലോട്ട് പോകുന്നത്. നീ പറഞ്ഞ അമ്മ കോമഡി നമുക്ക് അത്രയും പ്രായം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നോർമലായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെ സംസാരിക്കുന്നില്ല. ഒരു ഒരു ഓരോ ഏജ് കഴിയുമ്പോഴും നമുക്ക് മെച്യൂരിറ്റി വരും എന്ന് പറയത്തില്ലേ, പ്രായത്തിൻ്റെതായ മെച്യൂരിറ്റി വന്നിട്ടില്ല, എല്ലാം ഒന്നും വന്നിട്ടില്ല. പക്ഷേ നീ അത് ചിന്തിക്കണ്ട, നീ 2K, നീ 10 വർഷം അല്ല ഞാൻ പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ +1 +2 ആ ഒരു സമയം ഉണ്ടല്ലേ, ഈ സിരകളിൽ രക്തം തിളയ്ക്കുന്ന പ്രായം, അന്ന് നല്ല ഇറക്കത്തൊക്കെ സൈക്കിളിൽ എഴുന്നേറ്റ് നിന്ന് 2 കൈയും വിട്ട് കുറെ ഷോ കാണിക്കല്ലോ നമ്മള്, ഇങ്ങനെ ഹാൻഡിലിന്റെ മണ്ടൊരു കാല് കയറ്റി വെച്ചിട്ട് ഷോ കാണിച്ച്, പട്ടി ഷോ എന്ന് വെച്ചാൽ അങ്ങേറ്റ പട്ടി ഷോ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ പട്ടി ഷോ കാണിച്ച് ഞാൻ നടന്ന വഴികളുണ്ട്. ഞാൻ പിന്നെ ഒരു ഫ്രണ്ട് സജിൻ എന്ന് പറയുന്നത്, അവനും കൂടെ അറിയത്തില്ല. പിന്നെ എന്താ ഇത് ഇപ്പൊ ആ വഴികളിൽ കൂടെ ഒക്കെ പോകുമ്പോഴുണ്ടല്ലേ ഭയങ്കരമുള്ള പേടി വരുന്നുണ്ട്. ആ കാലത്ത് എന്ന് വെച്ചാൽ ആളും പേരും ഇല്ലാത്ത വഴികളാണ്, ഇറക്കമുള്ള വഴി, 2 സൈഡിൽ വീടുകളില്ല, ആളും പേരും ഇല്ലാത്ത വഴികൾ. ഈ വഴി കൂടെ ഒക്കെ അങ്ങനെ കാണിച്ച ഒരു കുരുത്തക്കേടിനെ പറ്റി ആലോചിക്കുമ്പോഴേ വീണ് കിടന്ന് എടുത്തുകൊണ്ട് അവിടെ ആരുമില്ല. അതും നട്ടുച്ചയ്ക്ക് ഈ ട്യൂഷൻ കഴിഞ്ഞ സമയം, സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് പോകുന്ന സമയം, വൈകുന്നേരം ഈ കുത്തിക്കഴപ്പ് എല്ലാ സമയത്തും. അത് വേറൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ഫാമിലിയോ അങ്ങനെ രീതിയിൽ ചിന്തിക്കുന്നേ ഇല്ല. നമ്മളെ എന്ന് വെച്ചാല് നമ്മളുടെ ഒരു ഹാപ്പിനെസ് മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാ പറയാൻ വേണം ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന്. അത് അതായത് നമ്മ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇതിനൊരു നെക്സ്റ്റ് സ്റ്റെപ്പിനെ വീണ് കഴിഞ്ഞ എന്ത് ചെയ്യും, അങ്ങനെയുള്ള രീതിയിൽ നോർമലി ചിന്തിക്കത്തില്ലേ? ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. നേരത്തെ ആ ഒരു കാര്യം നമ്മൾ ആ ഒരു ടൈമില് നമ്മൾ ആ ഒരു സന്തോഷത്തിന് മാത്രമേ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഇപ്പോഴും പക്ഷെ അങ്ങനെ ചിന്തിക്കണം, അതാണ് നല്ലത്. ഇപ്പോഴും ഒരു രീതി നല്ലതല്ലേ വീണ് കാണാം. നിങ്ങൾ ഒരുത്തം വീണയില്ലേ, ഫോർ യു ഇൻഫർമേഷൻ, രാവിലെ ഒരു വട്ടം കൊട്ടാരക്കര സ്ഥലത്ത് വെച്ച് ഒരു വണ്ടി ഇടിച്ച് കുറച്ച് നാള് രീതിയിലുണ്ടോ. ഇപ്പൊ ഞാൻ അല്ല ഇത് പറഞ്ഞു തീർക്കട്ടെ, അയാളെ കാല് എന്തോ ഇതിട്ടില്ലായിരുന്നു, കാലൊടിഞ്ഞ് കമ്പി വിട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ രാഹുൽ ആ ചിന്ത പോയായിരുന്നു അല്ലല്ലേ? നോർമലായിട്ട് വീട്ടിൽ പോയില്ലായിരുന്നു. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നീ പറഞ്ഞ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് വേണം, ലൈഫ് ആകുമ്പോ അഡ്വഞ്ചർ വേണം. പക്ഷേ പ്രത്യാഘാതങ്ങളില്ലേ, ഈ വേറെ കാര്യം നമുക്ക് നേരത്തെ ഇപ്പൊ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം. നമ്മള് വേറെ കാര്യമുണ്ട്, ചിലര് വളരെ സ്പീഡ് കുറച്ച് പോകുന്നവര് ചിലപ്പോ ഇങ്ങോട്ട് ചിലപ്പോ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നവരായിരിക്കും വണ്ടി വന്നിരിക്കുന്നത്. 2 ചാൻസ് ഉണ്ട് എന്ന് വെച്ചാ നമുക്ക് ആക്സിഡന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് തോന്നിയ പോലെ പോകാന്ന് വെച്ചാൽ സ്പീഡിൽ വണ്ടി എടുക്കുക, ഫ്രണ്ട് ഒക്കെ ഓടിക്കുക, റോഡുകൾ പട്ടിഷോ കാണിക്കുക എന്നൊക്കെ പറയുന്നത്. ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുക അവിടെ നല്ല ചാൻസ് ഉണ്ട്. മറ്റേത് പറയാം പ്രെഡിക്റ്റബിൾ ആണ്, ഇങ്ങോട്ട് വന്ന് ഇടിക്കാമല്ലോ. പക്ഷേ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി, അല്ല നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി നമ്മൾ മര്യാദയ്ക്ക് പോകാന്നെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ ഒരുവിധം കുറച്ചുകൂടെ. ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി ആലോചിച്ച പോലെ. അത് ശരിയാണ്. എന്നാലും നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഭയങ്കര ഓവർ തിങ്കിങ്. ഇപ്പോൾ നമ്മൾ വഴിക്ക് പോകുമ്പോൾ എ പോസ്റ്റ് വന്ന വണ്ടി നമ്മൾ ഇടിച്ച എന്ത് ചെയ്യുന്നു എനിക്കെപ്പോഴും ചിന്തയുണ്ട്. സന്തോഷം എന്തായിരിക്കും? സന്തോഷം വേറെ. ഇത് 24 മണിക്കൂർ വണ്ടി ഓടിക്കുമ്പോൾ അതായിരുന്നു നിന്റെ ചിന്ത. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഇടിക്കും, ഓവർതിങ്കിന് വേറൊരു നല്ലൊരു വശമുണ്ട്. അതായത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സംഭവം നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇത് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചോണ്ടേ. എനിക്ക് നീ അതാ ചിന്തിക്കുന്നത്. നീ സത്യം പറഞ്ഞ നീ ഓവർ തിങ്കറാണ്.
അതെങ്ങനെ? അതായത് നീ ഇപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, ആ. ഇറങ്ങിത്തിരിക്കുമ്പോ അതിന്റെ മോശവശം നല്ല ആ, വശം അത് ഞാൻ എല്ലാം ചിന്തിക്കും. ഭയങ്കരമായിട്ട് നീ ചിന്തിക്കത്തില്ലേ? ആ, എന്നിട്ട് അത് ആ അത് ഒരു overthinking അല്ല, അത് വളരെ വ്യക്തമായിട്ടുള്ള ബുദ്ധിപരമായിട്ടാണ് എടാ അതാടാ ആ. ഈ സെയിം സംഭവം തന്നെ ഓവർ തിങ്കിങ് വരുന്നത്. പക്ഷെ ഞാൻ ഇവൻ അല്ലേ, പറഞ്ഞ സാധനം ഓവർതിങ്കിങ് ചിന്തിച്ചിട്ടില്ല. സെയിം സാധനമല്ല എന്ന് വെച്ചാൽ എടാ ഇതുപോലെ തന്നെയാണ് ഓവർ തിങ്കിങ്. എടോ, അല്ലല്ല, ഇവൻ പറഞ്ഞ അങ്ങനെ സാധനം പറയാൻ ഞാൻ പറ്റത്തില്ല. ചിന്തിച്ചിട്ടില്ല. ഇവൻ നമ്മള് പറയുന്നത് വണ്ടി പോകുമ്പോ ഓവർ ഓപ്പോസിറ്റ് തിങ്കിങ് എന്ന് വരുന്ന വെച്ചാൽ വണ്ടി നമ്മളെ സേഫ്റ്റി ഇടിക്കും. അല്ലാത്ത തിങ്കിങ് എന്ന് വെച്ചാൽ ഈ ഞാനിപ്പോ ഫ്രണ്ടിൽ കിണർ കാണുന്നു, ഈ ഞാനിപ്പോ കിണറ്റി വീണു പോകുമെന്ന് ചിന്തിക്കുന്ന ഓവർ തിങ്കിങ്. നമ്മളെ കിണറിന്റെ വരി കയറി ഇരിക്കുക, നമ്മളായിട്ട് എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, നമ്മളൊരിക്കലും കണക്ട് വീഴത്തില്ല. അല്ലേ നമ്മൾ ആരെങ്കിലും പുറയും തെള്ളി ഇടണം. എടാ ഞാൻ പറയട്ടെ, പുറയും തെള്ളി ഇടുവോന്ന് പേടിച്ചോടി ജീവിക്കാൻ പറ്റും. പേടിച്ച് ഇത് വേറെ നീ അങ്ങനെയല്ലേ ജീവിക്കുന്നേ? ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ ഉപബോധം മനസ്സിലായി. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഞാൻ കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ എനിക്കത് എനിക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഇതുണ്ട്, എൻ്റെ ഒരു അളവുണ്ട്. എനിക്ക് എത്രത്തോളം അയാളെ എടുത്തോണ്ട് പോകാൻ പറ്റും, എനിക്ക് എത്രത്തോളം കോൺടാക്ട്സ് ഉണ്ട്. നീ പറഞ്ഞ സംഭവം അപ്പൊ ഇവൻ പറഞ്ഞ സെയിം സാധനം തന്നെ ഇല്ലേ? എന്താ അതെ ഞാൻ പറയാം, നീ എന്താ പറയുക, ഇപ്പൊ ഇവൻ പറഞ്ഞ സെയിം സാധനം തന്നെ നിനക്കുള്ളത്, അല്ല നിന്റെ ഓവർ തിങ്കിങ് ആ ഒരു സാധനം അല്ല. ഇപ്പൊ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേന് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, ഇപ്പൊ ഞാന് എന്താ പറയുന്നത്, അവിടെ നിന്ന് ഒരു സാധനം വന്ന് എന്നെ ഇപ്പൊ ഒന്ന് കടിച്ച് അതിനകത്തോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു പാമ്പ് പറയുന്നത് ആ സാധനം വരുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ചിലപ്പോ താഴെ വീണ് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. ആ ഒരു രീതി വരുന്നത് നോർമൽ സേഫ്. ഈ സെയിം സാധനം ആണല്ലോ നീ ഡ്രൈവ് ചെയ്യുമ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ നീ എങ്ങനെ ഓവർ തിങ്കർ ആവുന്നു? ഞാൻ പൊതുവെ പറഞ്ഞൊരു ഓവർ തിങ്കറാ. പക്ഷെ ഈ ഒരു വിഷയത്തില് എനിക്ക് ഇങ്ങനെ സാധനമുണ്ട്. കാരണം വെച്ചാൽ നീ ഓവർ തിങ്കർ ആവുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിലേഷൻഷിപ്പിന്റെ കേസിലൊക്കെയാണ്. റിലേഷൻഷിപ്പിന്റെ കേസ് എനിക്കുണ്ട്, അതായത് വേറെ ടോപ്പിക് പിന്നെ പറയാം. 2K പിള്ളേർ അങ്ങനെയല്ല. 2K പിള്ളേർ എങ്ങനെ? 2K പിള്ളേര് ലിവിങ് ദ മൊമെന്റ്. ഇപ്പൊ നീ പറഞ്ഞേ എല്ലായിടത്തും രണ്ടു തരം ആൾക്കുണ്ട്, രണ്ടു തരത്തിൽ ജീവിക്കുന്ന പിള്ളേരുണ്ട്. 2K പിള്ളേർ നമുക്ക് ഒരു കാലഘട്ടത്തിൽ ജനിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഒരു ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കൂടെ ഒരു 2K പയ്യനോട് വേണം. പക്ഷെ നമ്മുടെ കയ്യിലുള്ള 2K പയ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90s 80s പോയേക്കുന്ന ഒരു 2K പയ്യനാ. മനസ്സുകൊണ്ട് അങ്ങ് 80s പഴയ പാട്ടുകൾ, പഴയ പിള്ളേരാന്ന് അംഗീകരിക്കാനുള്ള എനിക്ക് അതിനെന്താ പ്രശ്നം? എന്താ ആരെയും ഞാൻ അംഗീകരിക്കുന്നില്ല, എല്ലാരും അംഗീകരിക്കുന്നില്ല. അതല്ല, നീ എന്താ അങ്ങനെ പറയാത്തെ? എന്താ നിനക്ക് 2K കിട്ടാവാനുള്ള നീ 2K കിട്ടാവുന്ന അന്ന് നീ അക്സെപ്റ്റ് ചെയ്യാത്ത എന്താ? അത് വേറൊരു കാര്യമാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് സുപ്പീരിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അതാണ് ഒന്ന് അവരെക്കാട്ടും മെച്ചപ്പെട്ടത് എന്നുള്ളൊരു തോന്നില്ല. അതായത് 2K എല്ലാരും ഊക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അതായത് കിഡാണ് അവര് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് മെച്യൂരിറ്റി ഇല്ല, അവര് കളി തമാശയാണ്, അവരൊരു പാൽക്കുപ്പികളാണെന്ന രീതിയിൽ ആൾക്കാര് 90s കിഡ്സ് ആ രീതിയിൽ ഉണ്ടാക്കി വെച്ചായിരുന്നു. കൊച്ചു പിള്ളേരാണെന്നുള്ള 90s കിഡ്സ് അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കി വെച്ചു. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താ പറയാ, ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ചതാ, 90s ജനിച്ച ഒരാളാ 90. പക്ഷെ ഈ ആൾക്കാർ പൊതുവെ പറയുന്നത് എന്താ 90s ബാല്യകാലം ഉള്ളവരാണ് 90s കിഡെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ 90s കിട്ടാ, ഞാൻ പ്രിവിലേജ് എടുക്കുക. പ്രിവിലേജ് ഒന്നും ഇല്ല, ഊക്കാണ്. ഇപ്പൊ ഊക്കാണ്, അന്ന് ഊക്കല്ലായിരുന്നു. പിള്ളേരൊക്കെ മാമൻ എന്ന് വിളിച്ചു തുടങ്ങി പിള്ളേര്. അതുകൊണ്ട് നീ 2K വരാൻ ചേട്ടാ അച്ചാച്ചെന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അല്ല, അതുകൊണ്ട് നീ 2K വരാൻ ചാൻസ് ഇല്ല. ഞാൻ പേഴ്സണാലിറ്റി അതിനനുസരിച്ച് മാറ്റാൻ നോക്കുന്നില്ല. പക്ഷെ ഡ്രസ്സിങ്ങിലൊക്കെ അല്ല, വേറൊരു വിറ്റെന്ന് വെച്ചാൽ നീ ഇപ്പൊ ഡ്രസ്സിങ്ങിലായാലും നിന്റെ മൈൻഡ് സെറ്റ് എനിക്ക് തോന്നുന്നു 90s ഞാൻ 80s പോയിട്ടില്ല ചില സമയങ്ങളില്. ഇപ്പോഴത്തെ പിള്ളേരൊരു കാര്യം അല്ല, ചില കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ ജിമ്മിൽ വെച്ചൊരു കുട്ടിയെ പരിചയപ്പെട്ടു. അവള് ആദ്യം ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ട് കാര്യമൊക്കെ എടാ പോടാന്നൊക്കെ വിളിച്ച് സംസാര കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏതോ ഒരു സമയത്ത് അവളെ ജനിച്ച വർഷം ഏതാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 99. അല്ല അതല്ല, എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കൂട്ടുകാരെ കണ്ടിട്ട് എങ്ങനെ ഈ ചേട്ടന്മാരോട്ട് എങ്ങനെ പരിചയം ചോദിച്ചു. അവരൊക്കെ എൻ്റെ കൂടെ പരിചയമുള്ളവരാണ്. ജനിച്ച വർഷം ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 99. അയ്യോ മാമനായിരുന്നില്ലെന്ന് പിള്ളേരൊക്കെ ചിന്തിച്ചു തുടങ്ങി. അത് ഫസ്റ്റ് ഇയറിന് പഠിക്കുക, കൊച്ചു ഫസ്റ്റ് ഇയറിന് പഠിക്കുക, ഡിഗ്രി. കാണുന്നുണ്ടെങ്കിൽ ഹായ്. എടേ അതൊരു ഫോർത്ത് വാളാ, ഇടയ്ക്കൊക്കെ നമ്മൾ ഫോർത്ത് വാള ബ്രേക്ക് ചെയ്യണം. ഡെഡ്പൂളിനെ പോലെ പ്രപ്പോസൽ. അല്ല ഒന്നുമില്ല, ഞാൻ അതാണ്. ഈ ഒരു സൈലൻസ് വരുന്നപ്പോഴാന്നറിയാം ടോപ്പിക് എല്ലാം കയ്യിൽ നിന്ന് പോകുമ്പോഴേ മറ്റേ അരുൺ പ്രദീപ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, അയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിട്ടുന്നേ.